ഞാൻ പറഞ്ഞല്ലോ 150ഓളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ ഭാര്യമാരടക്കം പകലും രാത്രിയിലുമടക്കം ഈദ്ഗാഹിലേക്കടക്കം നമസ്കാരത്തിന് പോയതിൻ്റെ കണ്ണ് മിഴിച്ച് കിടക്കുന്ന 150 ഹദീസുകൾ ഹദീസ് ഗ്രന്ഥത്തിലുണ്ട്. പോയതിൻ്റെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാന്റെ റസൂല് ഒരു കാര്യം ഖൈർ ഇന്നതാണെന്ന് പറയുക, ഏത് വീട്ടിൽ നിസ്കരിക്കുന്നതാണെന്ന് ഖൈർ എന്ന് അള്ളാന്റെ റസൂല് പറയുക, എന്നിട്ട് അള്ളാന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുക. അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ച സഹാബി വനിതകൾ ഉത്തമം അള്ളാന്റെ റസൂൽ ഇതാണ് എന്ന് പറഞ്ഞിരിക്കെ ഇത്ര വ്യാപകമായി അവർ പള്ളിയിലേക്ക് പോകുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഈ സഹാബി വനിതകൾ റസൂല് പറഞ്ഞിരിക്കുകയാണ് ഉത്തമം ഇതാണെന്ന്, വീട്ടിൽ നിൽക്കലാണ് ഉത്തമം എന്ന് റസൂല് പറഞ്ഞിരിക്കെ പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സഹാബി വനിതകൾ പിന്നെ പള്ളിയിലേക്ക് ചെല്ലൂലല്ലോ. ചെന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, മുസ്നദ് അഹമ്മദിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഏതാനും ഹദീസുകൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഉദ്ധരിച്ചു. 150ഓളം ഹദീസുണ്ട്. അപ്പോ സഹാബി വനിതകൾ അത് ചെയ്യില്ല. കാരണം അവരുടെ ശ്രദ്ധയിൽ എന്ത് പെട്ടിട്ടില്ല, ഇതില്ല. റസൂൽ ഇത് പറഞ്ഞതായിട്ട് അവർക്കറിയില്ല. റസൂൽ ഇങ്ങനെ ഉത്തമോന്ന് പറഞ്ഞതായിട്ട് അവർക്കറിയില്ല. കാരണം റസൂൽ അത് പറഞ്ഞിട്ടില്ല. കാരണം രണ്ടും കൂടി റസൂൽ പറയില്ല. മറ്റൊന്ന്, പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ അവരുടെ ശ്രദ്ധയിൽ റസൂല് ഖൈർ വീട്ടിൽ നിസ്കരിക്കലാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഭാര്യമാരെ പറഞ്ഞുവിടും, പള്ളിയിലേക്ക് പറഞ്ഞുവിടും. ഇന്ന് ചിന്തിക്കണ്ടേ നമ്മൾ?